സദൃശ്യവാക്യങ്ങൾ 20:7. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. തലമുറകൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം മാതാപിതാക്കളും. അതിനായി അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടുപെടുന്നു. നല്ല ജീവിത സൗകര്യങ്ങൾ, ഭക്ഷണം, വിദ്യാഭ്യാസം ഒക്കെ നൽകി പരിപോഷിപ്പിക്കുന്നു. തങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്ന എല്ലാ സൗകര്യങ്ങളും മക്കൾക്കുണ്ടാകണമെന്നാഗ്രഹിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പലതും വേണ്ടെന്ന് വയ്ക്കുന്നു. ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ, പരാജയങ്ങൾ മക്കൾക്കുണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തങ്ങൾ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് അതുപോലെ ആകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന സ്ഥാനങ്ങളിൽ മക്കൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് അവരെ പഠിപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും കൂടുതൽ പേർക്കും ഇതിൽ ആശാഭംഗം ഉണ്ടാവുന്നതാണ് അനുഭവം. മക്കളുടെ നല്ല ഭാവിയെ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതാണെങ്കിലും ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് പരമാർത്ഥതയോടെ ജീവിക്കുന്ന, നീതിയോടെ ജീവിക്കുന്നതാണ്. ലോകത്തിൽ എന്തൊക്കെ നേടാനായാലും ദൈവത്താലുള്ള അനുഗ്രഹം സന്തതികളുടെ മേൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം 22ാമതായി ചിന്തിക്കുന്ന ഈ ഭാഗ്യപദവിക്ക് ആധാരമായത് വിട്ടുകളയരുത്. വക്രതയിലൂടെയും അനീതിയായും സമ്പാദിച്ചതെല്ലാം ശാപത്തിന് കാരണമാകുമെങ്കിൽ ഞെരുക്കത്തിൻ്റെ നടുവിലായാലും നീതിയോടെ ജീവിച്ചാൽ അത് അവർക്ക് അനുഗ്രഹ കാരണമാകും. മാത്രമല്ല, മക്കൾക്ക് നൽകിക്കൊടുക്കുന്ന നീതിയുടെ മാതൃക അവരുടെ ജീവിതത്തെയും നേരോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സ്വാധീനിക്കും. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭോഷത്വമെന്ന് തോന്നുന്ന പലതും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായിരിക്കും. ഇന്ന് നഷ്ടങ്ങളും കഷ്ടങ്ങളും നേരോടെ ജീവിക്കുന്നതിനാൽ നേരിടുമ്പോൾ ലോകം വിഡ്ഢിയെന്ന് ആക്ഷേപിക്കുമ്പോഴും ദൈവം അവയെല്ലാം നന്മയ്ക്കായി ഓർത്തുവയ്ക്കും. ചരിത്രം അതിന് സാക്ഷിയാണ്. നമ്മുടെ മാതാപിതാക്കൾ ധാരാളം സമ്പത്തൊന്നും ശേഷിപ്പിച്ച് തന്നിട്ട് പോയില്ലെങ്കിലും നീതിയുടെയും നേരിൻ്റെയും മാർഗത്തിൽ ജീവിച്ച് അങ്ങനെ ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളാണ് മഹാന്മാർ. ഗോഡ് ബ്ലസ് യു.